എത്ര ഖേദകരവും സങ്കടകരവും പ്രതിഷേധാർഹവും എന്ത് വാക്കുകൾ ഉപയോഗിച്ചാണ് പറയേണ്ടതെന്നറിയില്ല. ഒരു കാലഘട്ടത്തിൽ അമ്പലങ്ങളിലാണ്, ക്ഷേത്രങ്ങളിലാണ് സ്വത്തുക്കൾ കൊണ്ടുപോയി സൂക്ഷിച്ചിരുന്നത്. തിരുവിതാംകൂർ രാജാവിൻ്റെ സ്വർണവും ആടയാഭരണങ്ങളും അതുപോലുള്ള വസ്തുക്കളും, ആടയാഭരണങ്ങൾ വസ്ത്രമില്ല, ഈ സ്വർണ്ണാഭരണങ്ങളും അതുപോലെ തന്നെ പാത്രങ്ങളും വിലപിടിപ്പുള്ളതെല്ലാം കൂടി പത്മനാഭ ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്നും അതിൽ സ്വർണം പോലുള്ള കാര്യങ്ങൾ നിലവറകളിലാണെന്നൊക്കെ പറയുന്ന പല നിലവറയും തുറന്നു പോലും കൂടാ എന്നൊക്കെ പറയുന്ന ആചാരങ്ങളും രീതികളൊക്കെ ഉണ്ട്. ഒരുപാട് ദേവസ്വം സ്വത്തുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ശബരിമലയുടെ വിഷയം പുറത്തു വന്നപ്പോൾ ശബരിമല അയ്യപ്പൻ്റെ വിഷയം സമൂഹം വലിയ രൂപത്തിൽ ചർച്ച ചെയ്യുമ്പോൾ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെയും മലബാർ ദേവസ്വത്തിൻ്റെയും ഒരുപാട് ദേവസ്വങ്ങളുടെ കഥകൾ പുറത്തു വരുന്നതിനോടൊപ്പം ഞെട്ടിക്കുന്ന പുതിയ പുതിയ കാര്യങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഏറ്റവും അവസാനമായി വരുന്നത് 2020-21 കാലഘട്ടത്തിലെ ഓഡിറ്റ് റിപ്പോർട്ടിൽ കേരളത്തിലെ തിരുവിതാംകൂർ ദേവസ്വത്തിന് കീഴിലുള്ള 500 സെൻറ്റോളം വരുന്ന ഭൂമി കാണാനില്ല എന്നാണ് ഇപ്പോൾ കണ്ടുപിടിക്കാൻ. 500 ഏക്കർ ഭൂമിയോളം കാണാനില്ല. 2700 ഏക്കർ ഭൂമിയുള്ള ബോർഡിന് സ്വന്തമായുണ്ട്. ആ 2700-ൽ 500 ഏക്കർ ഭൂമിയാണ് വിവിധ ക്ഷേത്രങ്ങളിലായി നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇതാരാണ് ഈ ഭൂമിയെല്ലാം കണ്ണായ സ്ഥലങ്ങളിലെ കോടിക്കണക്കിന് രൂപ വില വരുന്ന ക്ഷേത്രത്തിൻ്റെ സ്വത്ത് കൊണ്ടുപോയതാര്? പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡൻ്റായിരിക്കെ ഈ ഭൂരേഖകളൊക്കെ തിരിച്ചു പിടിക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടത്തി. പ്രയാർ ഗോപാലകൃഷ്ണൻ മതപഠനശാലകൾ നടത്തണമെന്നുള്ള ഉത്തരവ് ഇറക്കി. ഒരുപാട് കാര്യങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വേണ്ടി ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള വ്യക്തിയാണ് പ്രയാർ ഗോപാലകൃഷ്ണൻ. അപ്പോൾ ഇത് തിരിച്ചു പിടിക്കാൻ ശ്രമിച്ച ക്ഷേത്രങ്ങളുടെ ലിസ്റ്റ് കേട്ടാൽ നിങ്ങൾ ഞെട്ടും, അമ്പരന്ന് പോകും. നമ്മൾ തിരുവനന്തപുരം അസംബ്ലിയുടെ നിയമസഭാ കോംപ്ലക്സിന് തൊട്ടടുത്തുള്ള OTC ഹനുമാൻ ക്ഷേത്രത്തിൻ്റെ രേഖാബുക്കിൽ 21.27 സെൻറ്റ് കാണാനില്ല. ദേവസ്വം ഭൂമി എത്ര കോടി രൂപയാണെന്നറിയാവോ? ഒരു 50 കോടിയിൽ പരം രൂപ, അത്രയും കണ്ണായ സ്ഥലമാണ്. അപ്പോൾ ഒരു സെൻറ്റിന് തന്നെ 1-2 കോടി രൂപ വില വരുന്ന വലിയ കണ്ണായ സ്ഥലത്തെ 21.67 സെൻറ്റ് കാണാനില്ല OTC ഹനുമാൻ ക്ഷേത്രം. അത് കഴിഞ്ഞ് പാളയം പള്ളിയുടെ അടുത്തിരിക്കുന്ന, നമ്മൾ വളരെ ആവേശത്തോടുകൂടി പറയുന്ന, അവിടെ ഹിന്ദുവിൻ്റെയും മുസൽമാൻ്റെയും ക്രിസ്ത്യാനിയുടെയും ക്ഷേത്രവും പള്ളിയും മോസ്കും എല്ലാം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് മതേതരത്വം എന്നൊക്കെ പറയുന്ന ആ പാളയം വിനായക ക്ഷേത്രത്തിൻ്റെ 2.25 സെൻറ്റ് സ്ഥലമാണ് കാണാനില്ലാത്തത്. ഇതാരാണ് ഇത് എടുത്തുകൊണ്ട് പോയിരിക്കുന്നത്? അതുപോലെ കൊട്ടാരക്കര ദേവസ്വത്തിൻ്റെ ഭൂമി കാണാനില്ല, അതിൽ രേഖകൾ പോലുമില്ല. ഹരിപ്പാട് ഭൂരേഖകൾ ശരിയാക്കാത്തത് കാരണം ദേശീയപാത വികസനത്തിൽ കൃത്യമായി പൈസ വാങ്ങാൻ കഴിഞ്ഞിട്ടില്ല. തുറവൂർ ക്ഷേത്രത്തിൽ, കഠിനംകുളം, ആര്യങ്കാവ്, ആറന്മുള, ചെങ്ങന്നൂർ എന്നിവിടങ്ങളിലും ഭൂരേഖ അറിയില്ല. ദേവൻ്റെ സ്വത്തത്രയാണ്, ദേവസ്വത്തിൻ്റെ സ്വത്തത്രയാണ്. സർക്കര ക്ഷേത്രത്തിൽ 115 സെൻറ്റിൻ്റെ വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. ഭൂരേഖ രജിസ്റ്ററിൽ, ഒരേ രജിസ്റ്ററിൽ വ്യത്യസ്തമായ അളവുകൾ. ഇതാരാണ് കട്ടുകൊണ്ടുപോയത്? വില്ലേജ് ഓഫീസറും ബന്ധപ്പെട്ട ആളുകളും രേഖ അളക്കാൻ വന്നവരും റീസർവേ നടത്തിയവരും എല്ലാം കൂടി അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തുകൊണ്ട് പോയതാണോ? വിളക്കാട് ദേവസ്വത്തിൽ ഭൂ രജിസ്റ്റർ കൃത്യമായി സൂക്ഷിക്കുന്നേയില്ല. എല്ലാ ക്ഷേത്രങ്ങൾക്കുമായി 64.30 ഏക്കറുള്ള കവലിയൂർ ക്ഷേത്രത്തിൽ എത്ര ഭൂമിയുണ്ടെന്നുള്ള രേഖകളില്ല. എന്തൊരു ഗതികേടാണ്! കേരളത്തിലെ അമ്പലങ്ങളിൽ, കണ്ണായ സ്ഥലങ്ങളിലാണ് അമ്പലങ്ങൾ ഇരിക്കുന്നത്. അവിടെയെല്ലാം വളരെ കൃത്യമായി അമ്പലത്തോടനുബന്ധിച്ചുള്ള വസ്തുക്കൾ, അവിടെയുള്ള കൃഷി, ഇതൊക്കെ എന്താണെന്ന് രേഖയില്ല. ദേവസ്വം ബോർഡ് കോളേജിൽ, പമ്പ DB കോളേജ്, ദേവസ്വം ബോർഡ് കോളേജിൻ്റെ വസ്തു അന്യാധീനപ്പെടാൻ പോയിട്ട്, ഏക്കർ കണക്കിന് ഭൂമി അന്യാധീനപ്പെട്ടിട്ട് അത് ആളുകൾ കയ്യേറിക്കൊണ്ട് പോയിട്ട് ആരും ചോദിക്കാനുമില്ല, പറയാനുമില്ല. ലക്ഷ്മി നട ദേവസ്വത്തിൻ്റെ 41.45 സെൻറ്റ് വില്ലേജ് രേഖയ്ക്ക് പുറമ്പോക്കാണ് കാണിച്ചിരിക്കുന്നത്. എത്ര ഗതികെട്ടൊരു സമയം! കുലശേഖരനല്ലൂർ ക്ഷേത്രത്തിൽ വാങ്ങിയ ഭൂമി പ്രയോജനപ്പെടുത്താതെ വെറുതെ ഇട്ടിരിക്കുന്നു. പുല്ലമല സബ് ഗ്രൂപ്പിൽ പല ദേവസ്വം ഭൂമിയും പുറമ്പോക്കാണെന്ന് എഴുതി വച്ചിരിക്കുന്നു. എന്താണിത് കാണുന്നത് നമ്മൾ? ആർഗാലിക്കൽ ദേവസ്വത്തിൽ 31 സെൻറ്റ് ഭൂമി വില്ലേജ് രേഖയിൽ സർക്കാരിൻ്റെ ഭൂമിയായി മാറി. ദേവസ്വം ഭൂരേഖകളും റവന്യൂ രേഖകളും അളവ് വ്യത്യാസം വന്നു. അതുപോലെ തന്നെ അച്ചൻകോവിൽ ദേവസ്വത്തിന്, വെള്ളാരംകുന്ന് ദേവസ്വത്തിൽ 4.25 സെൻറ്റ്, 4.25 ഏക്കർ, സെൻറ്റല്ല ഇതിലെ ഏക്കറാണ്. മായ യക്ഷിക്കാവിൽ 47 സെൻറ്റ് എന്നിവയാണ് കുറവ് കാണുന്നത്. അതുപോലെ തന്നെ അച്ചൻകോവിലാറിൽ ദേവസ്വത്തിന് ചെങ്കോട്ടയിൽ 30 ഏക്കർ നെൽപ്പാടമുണ്ട്. ഇതിൽ 34 പേർ പാട്ടം കൊടുത്തിരിക്കുന്നു. പാട്ട രജിസ്റ്റർ ഇതുവരെ ശരിയാക്കിയിട്ടില്ല. എന്താണ് ദേവസ്വം ബോർഡ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കവിയൂർ രജിസ്റ്ററിൽ 77 വർഷം പഴക്കമുള്ളതാണ്.
4 ഏക്കറോളം കയ്യേറ്റ ഭൂമി ഇനിയും തിരിച്ചു പിടിക്കാനുണ്ട്. തെക്കൻകാവ് ദേവസ്വത്തിൽ പഴയ ഭൂരേഖയിൽ നിന്ന് 2.5 ഏക്കർ ഭൂമി ഉണ്ടായിരുന്നത് പുതിയ രേഖയിൽ ഈ ഭൂമിയില്ല. അപ്പോൾ ചുരുക്കത്തിൽ കേരളത്തിലെ വിവിധ 1250ഓളം വരുന്ന ക്ഷേത്രങ്ങളിലൂടെ ഏക്കർ കണക്കിന് ഭൂമി ഏക്കർ കണക്കിന് ഭൂമിയാണ് നമ്മുടെ ദേവസ്വത്തിനുള്ളത്. അതിൽ 500 ഏക്കറോളം ഭൂമിയാണ് വിവിധ ക്ഷേത്രങ്ങളിലായി കാണാനില്ലാത്തത്. മാത്രമല്ല, ഈ ക്ഷേത്രങ്ങളിരിക്കുന്നതൊക്കെ മിക്കവാറും കണ്ണായ സ്ഥലങ്ങളിലാണ്, പ്രധാനപ്പെട്ട നഗരങ്ങളിലും പട്ടണങ്ങളിലുമാണ്. അവിടെ ഇരിക്കുന്ന ക്ഷേത്രങ്ങളുടെ സ്വത്താണ് കാണാനില്ലാത്തത്. വളരെ ഗുരുതരമായ പ്രതിസന്ധിയാണ്. കോളേജിൻ്റെ ഇതില്ല. കോളേജിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ, അഡ്മിഷൻ മീൻസ് ജോലി കിട്ടണമെങ്കിൽ പണം കൊടുക്കണം. മുഴുവൻ അടിമുടി പൊളിച്ചെഴുതേണ്ട സമയമായി. കേരളത്തിലെ ഹിന്ദു സമാജം അത് RSSും സംഘപരിവാർ എന്നുള്ള ഒരു ലേബലിൽ നിന്നാൽ പോരാ. അത് വേറൊരു വിഷയമാണ്. കേരളത്തിലെ ഹിന്ദു സമാജം ഉണർന്ന് പ്രവർത്തിക്കേണ്ട കാലമായി. ആ ഉണർന്ന് പ്രവർത്തിക്കുമ്പോൾ അവരെ സഹായിക്കുവാൻ ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും പ്രതിപക്ഷവും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും എല്ലാവരും സഹായിക്കേണ്ട കാലമായി. കാരണം എല്ലാവരും നിലപാടെടുക്കേണ്ട കാലമായി. കാരണം ദേവസ്വത്തിൻ്റെ സ്വത്ത് വലിയ തോതിലാണ് കേരളത്തിൽ കൊള്ളയടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. 500 ഏക്കർ ഭൂമി എന്ന് പറഞ്ഞാൽ എത്ര കോടി രൂപയുടെ ഭൂമിയായെന്ന് മനസ്സിലാക്കുക. അത്രയും കോടി രൂപയുടെ ഭൂമി അന്യാധീനപ്പെട്ട് കിടക്കുന്നുവെന്ന് 2020-21 ഓഡിറ്റ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ട് 4 വർഷമാകുന്നു. എന്ത് നടപടി സ്വീകരിച്ചു എന്ന് പറയാൻ പ്രശാന്ത് പറയേണ്ടതുണ്ട്. ഈ വാർത്ത കേൾക്കുമ്പോൾ PS പ്രശാന്ത് കൃത്യമായി ചാനലുകളോടും പത്രങ്ങളോടും ഒക്കെ പറയേണ്ടതുണ്ട്. എവിടെയാണ് ദേവസ്വം ഭൂമി? അത് അളന്ന് തിട്ടപ്പെടുത്തിയിട്ടുണ്ടോ? എല്ലാ ക്ഷേത്രങ്ങളുടെയും രേഖയുണ്ടോ? അതിന് പ്രമാണമുണ്ടോ? അവിടെ വസ്തു ഉണ്ടെങ്കിൽ കരംതീർപ്പ് അടയ്ക്കുന്നുണ്ടോ? അവിടെ വില്ലേജ് ഓഫീസിൻ്റെ രേഖകളുണ്ടോ? പോക്കുവരവുണ്ടോ? ഇത് വളരെ കൃത്യമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സമയത്താണ് നമ്മൾ നിൽക്കുന്നത്. എന്തായാലും ശബരിമല അയ്യപ്പൻ്റെ പാളികളും വിഗ്രഹത്തിൻ്റെ വിഗ്രഹമല്ല, നമ്മുടെ വാതിൽ പാളികളൊക്കെ അടിച്ചുകൊണ്ട് പോയത് എത്രയോ നന്നായി. അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഇതൊക്കെ പുറത്തു വരുമായിരുന്നോ? അപ്പോൾ ഒരു കാരണവശാലും ഇതൊന്നും പുറത്തു വരില്ലായിരുന്നു. എന്തായാലും വളരെ കൃത്യമായ രീതിയിൽ കേരളത്തിലെ ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് ഒരു പുനർവിചിന്തനം നടത്താൻ, ക്ഷേത്ര സ്വത്തിനെ സംബന്ധിച്ചൊരു വിചിന്തനം നടത്താൻ, അല്ലെങ്കിൽ ഒരു ചിന്ത കൊണ്ടുവരാൻ ഈ ശബരിമല വിഷയം കാരണമായിട്ടുണ്ട്. ക്ഷേത്രങ്ങളിൽ വളരെ കൃത്യമായി ധാരാളം സ്ഥലമുള്ള സ്ഥലങ്ങളിൽ ചിലയിടത്ത് കൃഷിക്ക് കൊടുത്തിരിക്കുന്നു, കൃഷി പാട്ടത്തിന് കൊടുത്തിട്ട് അതിൻ്റെ രേഖകളില്ല, കൃഷി ചെയ്തതിൻ്റെ വസ്തുക്കൾ ദേവനും ദേവിക്കും ദേവസ്വത്തിന് എത്തുന്നില്ല. വളരെ ഗുരുതരമാണ് ഈ പ്രതിസന്ധികൾ. അപ്പോൾ തീർച്ചയായിട്ടും നക്ഷത്ര വനം എന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങൾ, കുറേ പൈസ മുടിച്ചതല്ലാതെ ഒരു അമ്പലത്തിൽ നക്ഷത്രവും ഇല്ല, വനവും ഇല്ല. ഔഷധത്തോട്ടം എന്ന് പറഞ്ഞ് ഇടയ്ക്ക് ഇറങ്ങി ഓരോ പ്രോജക്റ്റുകളുമായിട്ട് വരും. വനവൽക്കരണം എന്ന് പറഞ്ഞു വന്നു, സൂക്ഷ്മ വനങ്ങളെന്ന് പറഞ്ഞു വന്നു, അങ്ങനെ സർപ്പക്കാവുകളെന്നൊക്കെ പറഞ്ഞു ഒരുപാട് പ്രോജക്റ്റുകളൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നു. പക്ഷെ നന്നായി ധാരാളം സ്ഥലം കിടക്കുന്ന അമ്പലങ്ങൾ ഒരുപാട് കേരളത്തിലുണ്ട്. ആ അമ്പലങ്ങളുടെ സ്ഥലങ്ങളുടെ ഭൂരേഖ വളരെ കൃത്യമായി കൊണ്ടുവരാൻ നമുക്ക് എന്താണ് തടസ്സം എന്നറിയില്ല. എന്തായാലും കൊള്ളാം. നമുക്ക് വളരെ ഗൗരവമായി കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് ഇത്. കേവലം വിശ്വാസത്തിൻ്റെയോ അല്ലെങ്കിൽ കേവലം ഒരു മതത്തിൻ്റെയോ വിഷയമല്ല. പൊതുസ്വത്ത് അടിച്ചു പോകേണ്ടെന്ന കാര്യമാണ്. അത് ദേവൻ്റെ സ്വത്താകുമ്പോൾ, ദേവസ്വത്തിൻ്റെ സ്വത്താകുമ്പോൾ നമുക്ക് ഇരട്ടി ജാഗ്രത ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും PS പ്രശാന്ത് ദേവസ്വം പ്രസിഡൻറ്റും ദേവസ്വം മന്ത്രി വാസവൻ അവർകളും ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നു. വളരെ സമഗ്രമായ അന്വേഷണവും അതുപോലെ തന്നെ ഭൂരേഖയുമായി ബന്ധപ്പെടുത്തിയതായതുകൊണ്ട് റവന്യൂ വകുപ്പിന് ഇതിനകത്ത് വലിയ പങ്കുണ്ട്. കൃത്യമായി റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ രാജൻ അവർകൾ കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും അടിയന്തരമായി കത്ത് കൊടുത്ത്, അല്ലെങ്കിൽ അവിടെയുള്ള വില്ലേജ് ഓഫീസർമാർക്ക് കത്ത് കൊടുത്തുകൊണ്ട് കൃത്യമായി, കളക്ടർമാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ താഴേക്ക് പോകുമല്ലോ, കൃത്യമായി ഓരോ ക്ഷേത്രത്തിൻ്റെയും ഭൂരേഖ, അല്ലെങ്കിൽ അതിൻ്റെ എത്ര സ്വത്തുണ്ടെന്നുള്ളതിൻ്റെ രേഖകൾ വളരെ കൃത്യമാക്കി വെക്കേണ്ട കാലം കഴിഞ്ഞു. കാരണം കള്ളന്മാരും കാട്ടുകള്ളന്മാരും കൂടി വരുന്ന ലോകത്തിലാണ് നാം താമസിക്കുന്നത്.